الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اتقوا الله حيثما كنتم أعوذ بالله من الشيطان الرجيم يريدون ليطفئوا نور الله بأفواههم والله متم نوره ولو كره المشركون. ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവശക്തനായ അല്ലാഹുവിനെ സൂക്ഷിച്ച് മുഅ്മിനായി, മുഖ്ലിസായി, മുവഹ്ഹിദായി, മുത്തഖിയായി കഴിവിന്റെ പരമാവധി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സംസാരിക്കുന്ന ഞാൻ എന്നോടും എന്റെ മഹല്ലിലെ നിവാസികളോടും വിനയ പുരസ്കരം ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മുഅ്മിനായി ജീവിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള സൗഭാഗ്യം സർവശക്തനായ അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നാം സത്യത്തെ അറിഞ്ഞവരാണ്, സത്യത്തെ പുൽകിയവരാണ്. ഇത് സത്യമാണ് എന്ന് മനസ്സിലാക്കി ജീവിക്കുന്നവരാണ്. ഈ സത്യമറിയാത്ത ആളുകളിലേക്ക് അസത്യത്തിന്റെയും അധർമ്മത്തിന്റെയും അനീതിയുടെയും അക്രമത്തിന്റെയും ആഭാസലോകത്തിന്റെയും അശ്ലീല ലോകത്തിന്റെയും കാലത്ത് ഇരുട്ടിൽ തപ്പുന്നവർക്ക് വെളിച്ചം നൽകാനുള്ളവരാണ് നമ്മൾ. ഒരു മുഅ്മിനിന്റെ കൂടെ ജീവിക്കുമ്പോ കസ്തൂരി പോലെ സുഗന്ധം അനുഭവിക്കാമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സുഗന്ധ കച്ചവടക്കാരനെ പോലെ. ഒരുപക്ഷെ അവൻ നമുക്ക് നൽകാം, നമ്മളത് ഉപയോഗിക്കും. അല്ലെങ്കിൽ നമ്മൾ വില കൊടുത്തു വാങ്ങും. അതുമല്ലെങ്കിൽ അതിന്റെ സുഗന്ധം നമ്മളിലേക്ക് പകരും. എങ്ങനെ നോക്കിയാലും അത് അനുഭൂതിയാണ്. പക്ഷെ കറകളഞ്ഞ വിശ്വാസമാകണം ഹൃദയത്തിനുള്ളിൽ ഉണ്ടാവേണ്ടത്. വാരിയെല്ലുകൾ കൊണ്ട് കവചം തീർത്ത് കൃത്യമായ പ്രൊട്ടക്ഷനോടുകൂടി റബ്ബ് നൽകിയ കൽബിനുള്ളിൽ വിശാലമായ ഹൃദയത്തിന്റെ അനുഭൂതികളും സവിശേഷതകളും നിറയണം. അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ആ വെളിച്ചം കിട്ടിയവർക്ക് എത്താത്ത സ്ഥലങ്ങളിലേക്ക് വെളിച്ചമെത്തിക്കുവാനുള്ള വെമ്പലുണ്ടാകും. അല്ലാഹുവിന്റെ ദീനാകുന്ന പ്രകാശത്തെ ഊതിക്കെടുത്തുവാനും തല്ലിത്തകർക്കുവാനും ശ്രമിക്കുന്ന ആളുകൾ ലോകത്ത് കൂടിക്കൂടി വരും, കുറയുകയില്ല. സത്യദീനെത്തിക്കുവാൻ വേണ്ടിയാണ് അല്ലാഹു പ്രവാചകന്മാരെ നിശ്ചയിച്ചത്. പ്രവാചകന്മാർ പലരുടെയും കൈകളാൽ മരണപ്പെട്ടിട്ടുണ്ട്. ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് മനുഷ്യലോകത്ത് നിന്ന് തെരഞ്ഞെടുത്ത പ്രവാചകന്മാർ പോലും എല്ലാവരും സാധാരണ മരണം വരിച്ചവരല്ല എന്നത് നമ്മെ ചിന്തിപ്പിക്കുകയും ആലോചന നിമഗ്നരാക്കുകയും ചെയ്യണമെന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യരെന്ന് പറയുന്ന നമ്മൾ
6495 സസ്തനികളാണ് ലോകത്ത് പ്രസവിച്ച് മുലയൂട്ടുന്ന ജീവികളായിട്ടുള്ളത്. ഇന്ന് ലോകം കണ്ടെത്തിയത്, ഇനിയും കണ്ടെത്താം. 6495 സസ്തനികളിൽ സവിശേഷതയുള്ള ഒരു പ്രത്യേക സൃഷ്ടിയാണ് മനുഷ്യൻ. മനുഷ്യനാണ് ഏറെ ബാല്യകാലമുള്ളത്. അതുകൊണ്ട് ബാല്യകാലത്തിൽ മരണപ്പെട്ടുപോയ, പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് മരണപ്പെട്ടുപോയ കുട്ടികൾ നാളെ സ്വർഗീയ ലോകത്തിലേക്കുള്ളവരാണ് എന്ന് സൃഷ്ടിച്ച സ്രഷ്ടാവായ അള്ളാഹു തന്നെ പഠിപ്പിച്ചു. മറ്റു ജീവജാലങ്ങൾക്കൊന്നും അത്ര ബാല്യമില്ല എന്ന് പറഞ്ഞാൽ അവിടെ പ്രജനനവും പ്രസവവുമൊക്കെയായി ബന്ധപ്പെട്ട സമയങ്ങൾ നോക്കുമ്പോ ഡോൾഫിൻ എന്ന് പറയുന്നത് 3-6 വർഷത്തിനുള്ളിൽ അത്രയാണ് അവരുടെ പ്രസവമെടുക്കാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു പ്രായ പൂർത്തിയെത്തുന്ന സമയം. ചിമ്പാൻസി പോലെയുള്ളത് 8-10 വർഷമാണ്. ആനകൾക്ക് മാക്സിമം 15 വർഷമാണ്. എന്ന് പറഞ്ഞാൽ അവരവരുടെ മൃഗങ്ങൾ തമ്മിലുള്ള ബന്ധവും അതുപോലെ തന്നെ അതിന്റെ പ്രസവമൊക്കെ നടക്കാനുള്ള സമയം. മനുഷ്യരെ ലോകം കണക്കാക്കുന്നത് പ്രായപൂർത്തി എന്ന വയസ്സുകൊണ്ട് മാത്രമാകുന്നതല്ലെങ്കിലും ഒരു 18 വയസ്സ് വരെ കണക്കാക്കുന്നു. മനുഷ്യർക്ക് ബാല്യം കൂടുതലുണ്ട് എന്ന് ലോകം അതിനെക്കുറിച്ച് പഠനം നടക്കുന്നു. അപ്പൊ എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികൾക്ക് ശിക്ഷയുണ്ടോ? ദീനിൽ ഇല്ല. അവർ മരണപ്പെട്ടാൽ അവർ സ്വർഗീയ ലോകത്തിലേക്കാണ്. കുട്ടികളൊക്കെ ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയിലാണ് എന്ന് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുകയാണ്. അപ്പൊ മനുഷ്യർക്ക് പ്രത്യേകത ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അള്ളാഹു ആദരിച്ച ഒരു പ്രത്യേക സൃഷ്ടിയാണ് മനുഷ്യൻ. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അള്ളാഹ് പറഞ്ഞ വലഖദ് കറംന എന്ന പ്രയോഗമാണ്. നാം ആദരിച്ചിരിക്കുന്നു. ആരെ? ആദമിന്റെ മക്കളെ. 65 ലക്ഷം ജീവജാലങ്ങൾ കരയിലുണ്ട് എന്ന്. 65 ലക്ഷം ജീവജാലങ്ങൾ കരയിലുണ്ട്. 22 ലക്ഷം ജീവജാലങ്ങൾ കടലിലുമുണ്ട് എന്നതാണ് ഏറ്റവും ആധുനികമായ റിപ്പോർട്ട്. എന്ന് പറഞ്ഞാൽ 87 ലക്ഷം ജീവജാലങ്ങൾ. അതിൽ മനുഷ്യൻ പ്രത്യേകമായി. വേറെ കുറെ ചരാചരങ്ങളുണ്ട്, അത് വേറെ. അതിൽ മനുഷ്യൻ ഇങ്ങനെ എല്ലാ ജീവജാലങ്ങളും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ഒക്കെ ജീവിക്കുന്നത് ഈ മനുഷ്യർക്ക് വേണ്ടിയാണ്. ഈ ആകാശമാർക്ക് വേണ്ടിയാ? പാറിക്കളിക്കുന്ന, ചിറുക നിവർത്തി അള്ളാഹുവിന് സ്തുതികീർത്തനമർപ്പിക്കുന്ന പറവകളെയും പക്ഷികളെയും കണ്ടിട്ടുണ്ട്. അവർക്ക് വേണ്ടിയാണോ ആകാശത്തിന്റെ മേലാപ്പ്? അള്ളാഹു അവർക്ക് ഉപയോഗിക്കാനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട്. അവർക്ക് വേണ്ടിയല്ല. അത് സൃഷ്ടിച്ച സ്രഷ്ടാവായ അള്ളാഹു പറഞ്ഞു, ഖലഖലകും മാ ഫിൽ അർളി ജമീഅ. ലോകത്ത് എന്തൊക്കെയുണ്ടോ എല്ലാം മനുഷ്യർക്ക് വേണ്ടിയാണ്. ഖലഖ ലക്കും, നിങ്ങൾക്ക് വേണ്ടി അവൻ സൃഷ്ടിച്ചു. അള്ളാഹ് പറയുന്നത് ഖുർആനിൽ, മാ ഫിൽ അർളി ജമീഅ, ലോകത്ത് എന്തൊക്കെയുണ്ടോ എല്ലാം നിങ്ങൾക്ക് വേണ്ടി എന്നാണ്. ആരാണ് നിങ്ങൾ? അതാണ് മനുഷ്യർ. അപ്പൊ മനുഷ്യർക്ക് വേണ്ടിയാണ് ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹു എന്തൊക്കെ സംവിധാനങ്ങൾ ഈ ഭൂമിയിൽ വെച്ചിട്ടുണ്ടോ അതെല്ലാം സംവിധാനിച്ചത് മനുഷ്യർക്ക് വേണ്ടിയാണ്. അവന് മാത്രമാണ് വിവേചന ശക്തിയുള്ളത്. തെറ്റ്, ശരി, ധർമ്മം, അധർമ്മം, നീതി, അനീതി, ഇരുട്ട്, വെളിച്ചം, ഈ അർത്ഥത്തിൽ നന്മ, തിന്മകൾ, ധർമാധർമ്മങ്ങൾ. അതുകൊണ്ടാണ് മനുഷ്യലോകത്ത് ഈ ചർച്ച നടക്കുന്നത്. അതുകൊണ്ട് ശരിയും തെറ്റും കാണുമ്പോ അത് ശരിയാണ്, ഇത് തെറ്റാണ് എന്ന് ആളുകൾ പ്രതികരിക്കുന്നത്. ആ നിലപാട് ശരിയല്ലെന്ന് പറയുന്നത്. ജീവലോകത്ത് അങ്ങനെ വാഗ്വാദങ്ങളുണ്ടോ? മറ്റു ജീവലോകത്ത് അങ്ങനെ സംവാദങ്ങളുണ്ടോ? ഇല്ല. ഇപ്പൊ മനുഷ്യർ ബുദ്ധിയുള്ളവരാണ്, വിവേചന ശക്തിയുള്ളവരാണ്. ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹു തആല മനുഷ്യലോകത്തെ ഭൂമിയിലേക്ക് പറഞ്ഞുവിട്ട് അവന്റെ ദീന് അവരുടെ മുന്നിലേക്ക് എത്തിക്കുവാൻ പ്രവാചക ഗുരുവര്യന്മാരെ അല്ലാഹു ഓരോ കാലഘട്ടങ്ങളിലും ഏൽപ്പിച്ചു. ഇനിയൊരു പ്രവാചകൻ വരാനില്ല. അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തപ്പെട്ട മഹാനായ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുന്ന യേശുക്രിസ്തുവിന്റെ തിരിച്ചുവരവല്ലാതെ ഒരു പ്രവാചകന്മാർ ഇനി വരാനില്ല. അതുകൊണ്ട് അവസാനത്തെ ഒടുവിലത്തെ പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന്റെ തിരുനാവുകൊണ്ട് ലോകത്തിന്റെ നാനാമുക്കുമൂലകളിലേക്ക്
എല്ലാ മുക്കുമൂലകളിലേക്കും എല്ലാ കോർണറിലേക്കും ഈ ദീനിനെ അള്ളാഹു എത്തിച്ചു. ആ പ്രവാചകന്റെ വാചകങ്ങൾ കേട്ട്, വാക്കുകൾ കേട്ട് കൈമാറി ദീനെത്താത്ത ഏത് രാഷ്ട്രമാണുള്ളത്? ഇസ്ലാമിനെ അറിയാത്ത ഏത് രാജ്യമാണ് ലോകത്തുള്ളത്? ഇല്ല പ്രിയപ്പെട്ടവരെ. അതൊക്കെ അല്ലാഹു തആലയുടെ പ്രഖ്യാപനങ്ങളിലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനങ്ങളിലുമൊക്കെ പെട്ടതാണ്. 195 രാജ്യങ്ങളാണ് ഇന്ന് ലോകത്തുള്ളത്, അല്ലേ? നാം ജീവിക്കുന്ന രാജ്യം എന്ന് പറയുന്ന രാജ്യം, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം വലിപ്പം കൊണ്ട് 7ാമതും ജനസംഖ്യ കൊണ്ട് 1ാമതും നിൽക്കുന്ന രാജ്യമാണ്. ചിന്തിച്ചു നോക്ക് നിങ്ങള്. നമ്മളെ അല്ലാഹു വലിയ പരീക്ഷണത്തിലാണ് ആക്കിയിട്ടുള്ളത്. കോടിക്കണക്കിന് മനുഷ്യരിലേക്കാണ് നമുക്ക് ഈ ദീനെത്തിക്കുവാനുള്ള ഉത്തരവാദിത്തം അല്ലാഹു നൽകിയിട്ടുള്ളത്. റഷ്യയും കാനഡയും അമേരിക്കയും ചൈനയും ബ്രസീലും ഓസ്ട്രേലിയയും കഴിഞ്ഞാൽ 7ാമത് നിൽക്കുന്ന രാജ്യമാണ് വലിപ്പം കൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം. ജനസംഖ്യ കൊണ്ട് 1ാമത്തെ രാജ്യം ഇന്ത്യയും 2ാം സ്ഥാനത്ത് ചൈനയുമാണ്. ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ, വലിയ വ്യത്യാസങ്ങളില്ല, ചെറിയ വ്യത്യാസങ്ങളാണ്. 142 കോടി, ഏകദേശം 87 അല്ലെങ്കിൽ 80-ലധികം ലക്ഷം ഇന്ത്യയിൽ വരുമ്പോ 57 ലക്ഷത്തോളം ചൈനയിൽ വരുന്നു. ആദ്യം ചൈനയായിരുന്നു മുന്നിൽ. ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ടവരെ, നിൽക്കട്ടെ, ഇന്ന് ഇന്ത്യ എന്ന് പറയുന്ന നാം ജീവിക്കുന്ന രാജ്യം ജനസംഖ്യ കൊണ്ട് 1ാം സ്ഥാനത്താണ്. അപ്പൊ നമുക്ക് ഉത്തരവാദിത്തം കൂടുതലുണ്ട്. കൂടുതൽ ജനങ്ങളിലേക്ക്, നമ്മുടെ രാജ്യം എന്ന നിലക്കു തന്നെ കൂടുതൽ ആളുകളിലേക്ക് ഈ ദഅവത്തിന്റെ കാര്യങ്ങൾ എത്തിക്കുവാൻ നമുക്ക് ബാധ്യതയുണ്ട് എന്ന് പറയാന്. അതല്ലാതെ ഏത് സ്ഥാനത്ത് നിൽക്കുന്നു എന്ന അതിന്റെ കണക്ക് പഠിക്കാനല്ല ഇത് പറയുന്നത്. ഉത്തരവാദിത്തം നമുക്ക് വലിയതാണ് എന്ന് ബോധ്യപ്പെടുത്താനാണ്. വലിയ ഉത്തരവാദിത്തമാണ് അല്ലാഹു തആല നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളത്. 195 രാജ്യങ്ങളിൽ എഴുതപ്പെട്ട ഭരണഘടനയുള്ള ഏറ്റവും വലിയ ഭരണഘടനയുള്ള രാജ്യമാണ് നമ്മുടെ രാജ്യം. എഴുതപ്പെട്ട ഭരണഘടനയിൽ ഏറ്റവും വലിയ ഭരണഘടനയാണ് ലോകത്ത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭരണഘടന. 448 അനുച്ഛേദങ്ങളടങ്ങിയ, നിയമങ്ങളടങ്ങിയ ഭരണഘടനയാണ്. 12 പട്ടികകളടങ്ങിയ ഭരണഘടനയാണ്. 25 ഭാഗങ്ങളായി 1,17,369 വാക്കുകളുള്ള ഭരണഘടനയാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ 1,17,369 വാക്കുകളടങ്ങിയ ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം. ആ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്തിനാണ് ആ ഭരണഘടനയെക്കുറിച്ച് പറയുന്നത്? ആ ഭരണഘടനയിൽ നമുക്ക് ചില അവകാശങ്ങൾ അനുവദിച്ചു തരുന്നുണ്ട് എന്ന് പറയാനാ. ആ രാജ്യത്ത് ചില അവകാശങ്ങൾ നമുക്ക് അനുവദിച്ചു തരുന്നുണ്ട് രാജ്യം. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 നോക്ക് നിങ്ങള്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 ഞാൻ ഈ ഖുതുബയിൽ അങ്ങനെ തന്നെ വായിക്കുകയാണ്. മനസ്സാക്ഷിയുള്ള സ്വാതന്ത്ര്യം, മതവിശ്വാസത്തെ സ്വതന്ത്രമായി അവകാശപ്പെടാനും, ഭരണഘടനയിലെ ആർട്ടിക്കിൾ 25 അതുപോലെ ഞാൻ വായിക്കുകയാണ്. മതവിശ്വാസത്തെ സ്വതന്ത്രമായി അവകാശപ്പെടാനും ആചരിക്കാനും പ്രചരിപ്പിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം, പൊതുക്രമം, ധാർമ്മികത, ആരോഗ്യം എന്നിവക്കും ഈ ഭാഗത്തിലെ മറ്റ് വ്യവസ്ഥകൾക്കും വിധേയമായി മനസ്സാക്ഷിക്കുള്ള സ്വാതന്ത്ര്യത്തിനും ഏതൊരു മതവിശ്വാസവും സ്വതന്ത്രമായി അവകാശപ്പെടാനും ആചരിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള അവകാശം എല്ലാ വ്യക്തികൾക്കും തുല്യമായി ഉണ്ടായിരിക്കുമെന്ന് ഭരണഘടനയിലെ ആർട്ടിക്കിൾ 25 രേഖപ്പെടുത്തുന്നു. നാം ഇഷ്ടപ്പെടുന്ന മതം സ്വീകരിക്കാനും അതിന്റെ ആചാര അനുഷ്ഠാന ക്രമങ്ങളുമായി മുന്നോട്ടു പോകാനും ഇന്ത്യയിൽ ജീവിക്കുന്ന ഓരോ പൗരനും സുതാര്യമായ വ്യക്തിപരമായ അവകാശമുണ്ടാകുമെന്ന് രാജ്യത്തിന്റെ ഭരണഘടന അവകാശപ്പെട്ട് വ്യക്തികൾക്ക് വകവെച്ചു കൊടുക്കുന്ന മനോഹരമായ ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമെന്ന് പറയാനാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പാകെ വായിച്ചിട്ടുള്ളത്. എന്തിനാ ഇത് വായിക്കാനുള്ള കാരണം? എന്നിട്ടും രാജ്യത്ത് മുസ്ലിമിന്റെ ശിരോവസ്ത്രം ചർച്ചയാവുകയാണ്, മുസ്ലിമിന്റെ വേഷവിധാനം ചർച്ചയാവുകയാണ്. പർദ്ദ കാണുമ്പോൾ ചില ആളുകൾക്ക് വെറി തോന്നുകയാണ്, അല്ലേ? അതേ രാജ്യത്ത് ജീവിക്കുന്ന ക്രൈസ്തവരുടെ കന്യാസ്ത്രീകളുടെ അവരുടെ വേഷവും തട്ടവും കാണുമ്പോൾ
മാനസികമായ വെറി തോന്നാത്തവർക്ക് ഈ രാജ്യം അനുവദിക്കുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ 25 അവകാശപ്പെട്ടു കൊടുത്തിട്ടുള്ള അവന്റെ വിശ്വാസപ്രകാരമുള്ള വേഷവിധാനങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി മുന്നോട്ടു പോകാമെന്ന് പറയുന്ന ലോകത്ത് തന്നെ മാതൃകാപരമായ ഭരണഘടനയുള്ള ഈ രാജ്യത്ത് മുസ്ലിമിന്റെ വേഷം, അവന്റെ ഇസ്ലാമികമായ അടയാളങ്ങളോടുകൂടിയുള്ള ജീവിത രീതി ചില ആളുകൾക്ക് അലോസരമുണ്ടാക്കുന്നു. എന്താണെങ്ങനെ? രാജ്യത്തെ ഒരു വർഗീയ കലാപത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ ആരൊക്കെയോ കുൽസിതമായ ശ്രമങ്ങൾ നടത്തുന്നു എന്നതിന്റെ സൂചനകളാണത്. നാം ചെറിയ പരലിട്ട് തരുമ്പോൾ കൊത്തി വലിക്കുന്ന മീനുകളായി മാറാതെ, സോഷ്യൽ മീഡിയയിൽ കയറി അനാവശ്യമായ കമന്റ്സുകൾ നൽകാത്തവരായി, ബുദ്ധിപൂർവം യുക്തിപൂർവം ഈ രാജ്യത്തിന്റെ ഭരണഘടനക്കനുസൃതമായി ഇവിടെയുള്ള സ്വാതന്ത്ര്യത്തെ ഉപയോഗപ്പെടുത്തി രാജ്യത്ത് നല്ല മുസ്ലിമായി മുഅ്മിനായി ജീവിച്ച് ഞാൻ യഥാർത്ഥ മുഅ്മിനായി ജീവിക്കുന്നു എന്ന് സമൂഹത്തിന്റെ മുമ്പാകെ ഒരു മറയുമില്ലാതെ പ്രഖ്യാപിച്ച് മാന്യമായ ഇസ്ലാമിന്റെ ജീവിതം കാഴ്ചവെക്കേണ്ടവരാണ് നമ്മൾ എന്ന് ബോധ്യപ്പെടുത്താനാണ് ഞാനിത് പറയുന്നത്. ഒരു സ്കൂളിലെ കുട്ടികൾ ശിരോവസ്ത്രമണിയുന്നത് ചർച്ചയായിട്ടില്ലേ? വൈജ്ഞാനിക രംഗത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ സംസാരങ്ങളിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. മറിച്ച് മാനേജ്മെന്റ് പറയുന്ന വാചകമുണ്ട്, ഇതൊരു മാനേജ്മെന്റ് സ്കൂളാണ്, ഇവിടെ ആർക്കും പഠിക്കാം, പക്ഷെ വേഷവിധാനവും യൂണിഫോമും ഞങ്ങൾ തീരുമാനിക്കും. യൂണിഫോം തീരുമാനിക്കുന്നതിന് പ്രശ്നമില്ല. ആ യൂണിഫോമിന്റെ ഭാഗമായി മുസ്ലിം പെൺകുട്ടി തട്ടമടിച്ചു വെക്കണമെന്നത് എവിടെയാണ്? ഇന്ത്യയിലെ മറ്റു സ്റ്റേറ്റുകളിലല്ല, ഇന്ത്യക്ക് പുറത്തുള്ള ചർച്ചയല്ല. കേരളം എന്ന് പറയുന്ന മനോഹരമായ സാക്ഷരതയുണ്ട് എന്ന് അവകാശപ്പെടുന്ന നാട്ടിലാണ്. ഇന്നലെ ചാനൽ ചർച്ചയിൽ ഈ മിമ്പറിൽ കയറുന്നത് പോലെ, ഞാനൊരു സലഫി പള്ളിയുടെ മിമ്പറിൽ കയറി നിൽക്കുന്നത് പോലെ നമ്മുടെ കൂട്ടത്തിലെ മിമ്പറിൽ കയറുന്ന നമ്മളെ എളിയ സുഹൃത്ത് ചാനൽ ചർച്ചയിൽ പങ്കെടുത്തപ്പോ തിരിച്ചു ചോദിച്ചു, ആ ചാനൽ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളോട് ഞാനൊരു ചോദ്യം തിരിച്ചു ചോദിക്കട്ടെ. മാനേജ്മെന്റ് നടത്തുന്ന സ്കൂളാണ്, അതുകൊണ്ട് തട്ടമടിച്ചു വെക്കാൻ പറഞ്ഞാൽ അഴിച്ചു വെക്കണം, ഡ്രസ്സിന്റെ ടോപ്പ് ഇത്രേ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അത്ര ഇടണം, അത് അവർക്കുള്ള അവകാശമാണ് എന്ന് പറയുമ്പോൾ പൂർണ്ണമായി 100% മുസ്ലിം മാനേജ്മെന്റ് നടത്തുന്ന സ്കൂളിൽ ഹൈന്ദവ സഹോദരങ്ങൾ പഠിക്കുന്നുണ്ട്. നിങ്ങൾ മലക്ക് പോകാൻ മാലയിട്ടാൽ കറുത്ത വസ്ത്രം അണിഞ്ഞു വരിക എന്നത് ഈ മാനേജ്മെന്റിന് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ ആ കറുത്ത തുണി അടിച്ചു വെച്ച് യൂണിഫോം ധരിച്ചു വരാൻ ആ കുട്ടി തയ്യാറാകുമോ? അങ്ങനെ തയ്യാറായാൽ വിവാദമാവില്ലേ? ഞങ്ങൾ ഒരിക്കലും അത് പറയില്ല. സഹിഷ്ണുതയാണ് ഇവിടെ വേണ്ടത്. ഈ രാജ്യം ജനാധിപത്യ രാജ്യമാണ്. കുറിതൊട്ട് വരുന്ന കുട്ടിയോട് യൂണിഫോമിന്റെ കൂട്ടത്തിൽ കുറിതൊടലില്ല, അതുകൊണ്ടത് മായ്ച്ചിട്ട് ക്യാമ്പസിലേക്ക് കയറാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോ ഉത്തരം പറയാതെ ഉടനെ അടുത്ത ആളിലേക്ക് മൈക്ക് കൈമാറുന്ന ദയനീയമായ അവസ്ഥയാണ് കാണുന്നത്. അല്ലേ? എത്ര കാര്യങ്ങൾ തിരിച്ചു ചോദിക്കാനുണ്ട്. നമ്മളൊക്കെ പഠിച്ച സ്കൂളിൽ കറുത്ത ഡ്രസ്സിട്ട് മലക്ക് പോകാൻ വരുന്ന കുട്ടികളില്ലേ? കുറി തൊടുന്നവരില്ലേ? പൊട്ടുവെക്കുന്നവരില്ലേ? തട്ടമിടുന്നവരും ഇടാത്തവരുമില്ലേ? അതാ ഈ രാജ്യത്തിന്റെ ഒരു തോട്ടത്തിലെ വൈവിധ്യമാർന്ന പുഷ്പങ്ങളെ പോലെ അങ്ങനെയാണ് വേണ്ടത്. അവരാരുടെ മേലും അടിച്ചേൽപ്പിക്കാൻ പാടില്ല. പക്ഷേ അതൊന്നും ഈ ജനാധിപത്യ രാജ്യമാകുന്ന ഇന്ത്യ രാജ്യത്ത്, പ്രിയപ്പെട്ടവരെ, നാം ഇത് ചർച്ചയാക്കുമ്പോ തള്ളിക്കളയുന്നവരും അവഗണിക്കുന്നവരും അവോയ്ഡ് ചെയ്യുന്നവരും ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പൊ തർക്കമുണ്ടാക്കിയ മതവിഭാഗം ഏതാണ്? ക്രൈസ്തവ വിഭാഗമാണ്. ബൈബിൾ എന്തു പറയുന്നു തലമറക്കുന്നതിനെ കുറിച്ച്? ശരിക്ക് കേട്ടോളൂ നിങ്ങൾ. പുതിയ നിയമത്തിലെ കൊരിന്ത്യർ 1-2 പുസ്തകങ്ങൾ കാണാം. പുതിയ നിയമത്തിലെ ആ പുസ്തകത്തിൽ, ഞാനിത് ഖുത്ബയിൽ പറയുന്നത് ഇതൊരു പ്രമാണമായിട്ട് അവതരിപ്പിക്കുകയില്ല, മറിച്ച് ഈ ചർച്ച നടക്കുന്ന സമയത്ത് മുസ്ലിം ഉമ്മത്തിന് ബോധ്യമുണ്ടാകണം. ഖുർആൻ മാത്രമല്ല പറഞ്ഞിട്ടുള്ളത് തലമറക്കാൻ, ബൈബിൾ പറയുന്നു. അതിന്റെ കൊരിന്ത്യർ 1-2 പുസ്തകങ്ങളിൽ 1-ാമത്തെ പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ 5-6 വാചകങ്ങൾ ഞാൻ ഈ മിമ്പറിൽ അതുപോലെ വായിക്കുകയാണ്. എന്നാൽ ശിരോവസ്ത്രം ധരിക്കാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏതൊരു സ്ത്രീയും തന്റെ തലയെ അപമാനിക്കുകയാണ്. ബൈബിളാണ് പറയുന്നത്. ശിരോവസ്ത്രമണിയാതെ പ്രാർത്ഥിക്കാൻ വരികയോ പ്രവചനം നടത്താൻ പ്രവചിക്കുകയോ ചെയ്താൽ അതിനുവേണ്ടി വരുന്ന സ്ത്രീകൾ തന്റെ തലയെ അപമാനിക്കുന്നു. അത് നോക്കൂ, മൊട്ടയടിച്ചവളെ പോലെ ആയിരിക്കുന്നു അവൾ, മൊട്ടയടിച്ചവളെ പോലെ ആയിരിക്കുന്നു. എന്നിട്ട് ബൈബിൾ തുടരുന്നു, സ്ത്രീ ശിരോവസ്ത്രം ധരിക്കുന്നില്ലെങ്കിൽ മുടി മുറിച്ച് കളയട്ടെ.
തട്ടമിടാൻ മടിക്കുന്ന ക്രൈസ്തവ സ്ത്രീകളോട് ബൈബിൾ പറയുന്നു, നിങ്ങൾക്ക് തട്ടമിടാൻ കഴിയില്ലേ എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മുടി മുറിച്ചു കളയട്ടെ. സ്ത്രീക്ക് മുടി മുറിക്കുന്നതോ മൊട്ടയടിക്കുന്നതോ ലജ്ജാകരമാണെങ്കിൽ, നിങ്ങൾക്ക് മൊട്ടയടിക്കുന്നതും മുടി മുറിക്കുന്നതും നാണക്കേടാണെങ്കിൽ, ലജ്ജയുള്ളതാണെങ്കിൽ അവൾ ശിരോവസ്ത്രമണിയട്ടെ. ആരാ പറയുന്നത്? ബൈബിളാണ് പറയുന്നത്. എന്നിട്ടത് കന്യാസ്ത്രീകൾ മാത്രമാണ് തട്ടമിടാറുള്ളത്. അങ്ങനെയുണ്ടോ നിയമം? ഇല്ല. ചോദിച്ചു നോക്കൂ നമ്മുടെ അയൽവാസികളായ ക്രിസ്ത്യാനികളോട്, നിങ്ങളുടെ ബൈബിൾ പ്രകാരം കന്യാസ്ത്രീകൾ മാത്രമാണ് തട്ടമിടേണ്ടത് എന്ന് നിങ്ങളുടെ ബൈബിളിലുണ്ടോ? ഇല്ല. എല്ലാ ക്രിസ്ത്യാനികളും തലമറക്കണമെന്നതാണ് ബൈബിൾ പറയുന്നത്. ബൈബിളിന്റെ അവകാശം അതാണ്. തട്ടമിടാൻ മടിക്കുന്നവർ മുടി മൊട്ടയടിച്ച് കളയട്ടെ എന്ന് ബൈബിളാണ് പറയുന്നത്. ഈ ബൈബിളിന്റെ അവകാശികളാണ് 8ലും 9ലും 10ലും +1ലും +2ലും പഠിക്കുന്ന അവരുടെ മാനേജ്മെന്റിന്റെ കീഴിലുള്ള സ്കൂളിലേക്ക് ഒരു മുസ്ലിം കുട്ടി തട്ടമിട്ടു വന്നാൽ പഠിക്കു പുറത്ത് എന്ന് അവകാശപ്പെടുന്നത്. അല്ലേ? തന്റെ മതത്തോടെങ്കിലും താൻ വിശ്വസിക്കുന്ന വേദഗ്രന്ഥത്തോടെങ്കിലും ഇത്തിരി കൂറ്, ഒത്തിരി വേണ്ട, ഇത്തിരി കൂറെങ്കിലും ഉണ്ടെങ്കിൽ ഈ ജനാധിപത്യ രാജ്യത്ത് അങ്ങനെ സംസാരിക്കാനാകുമോ? ഇല്ല. തന്റെ മതവിശ്വാസത്തെ പോലും പഠിക്കാൻ കഴിയുന്നില്ല. പോരാ, ചാനലിരിക്കുന്ന ആളുകളുടെ പേര് മിമ്പറിൽ പറയുക എന്നത് അത് സാങ്കത്യമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇന്നലെയും മിനിഞ്ഞാന്ന് നടക്കുന്ന ചർച്ചകളിൽ ചാനലിൽ വരുന്ന ആളുകൾ പറയുന്ന വാചകം എന്തെന്നറിയുമോ? അവിടെ പേര് പറയുന്നത് മുസ്ലിങ്ങളല്ല. ചില ആളുകൾ ഭയങ്കര അവകാശവാദമാണ്. ഖുർആന് കൊണ്ടോ അതേ പ്രമാണങ്ങൾ കൊണ്ടോ പ്രവാചക കുരുവര്യന്റെ ഹദീസുകൾ കൊണ്ടോ മുസ്ലിങ്ങൾക്ക് തട്ടമിടണമെന്ന്, ശിരോവസ്ത്രമണിയണമെന്നത് യാതൊരു നിർബന്ധവുമില്ല. ഒക്കെ കലക്കി കുടിച്ചിട്ടാ പറയുന്നത്. ഖുർആനും ഹദീസും ബുഖാരിയും മുസ്ലിമും തുർമുദിയും നസായിയും ഇബ്നു മാജയും മുസ്ലിമിന്റെ മൊത്ത അവകാശപ്പെട്ടിട്ട് ധാർഷ്ട്യത്തോടുകൂടി പറയാ, അങ്ങനെ ഖുർആനിലുമില്ല, അങ്ങനെ ഹദീസിലുമില്ല, പ്രമാണത്തിലുമില്ല മുസ്ലിങ്ങൾക്ക് തട്ടം, ശിരോവസ്ത്രം അണിയണമെന്നത് ഇസ്ലാമിൽ നിർബന്ധമുള്ള കാര്യമല്ല. ആരോ പറഞ്ഞ് എവിടുന്നോ വാട്സപ്പ് മെസ്സേജ് കേട്ട് ചാനൽ ചർച്ചയ്ക്കിരിക്കുന്ന വലിയ ബുദ്ധിജീവികൾ അവകാശപ്പെടുന്നതാണ്. ഇസ്ലാമിന്റെ ബാലപാഠം പഠിക്കുന്ന ഒരു മദ്രസ വിദ്യാഭ്യാസം നേടിയ കുട്ടികൾക്കറിയാം, മുസ്ലിങ്ങളുടെ അയൽവാസികളായി ജീവിച്ചവർക്കറിയാം ഇസ്ലാമിന്റെ ആ വിഷയത്തിലുള്ള കാർക്കശ്യം എന്ത് എന്ന്. ഇസ്ലാം അത് വളരെ ഗൗരവത്തോടു കൂടിയാണ് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളത്. ഖുർആനിൽ സൂറത്ത് നൂറിൽ അല്ലാഹു തആല പറയുന്ന വാചകം ഇങ്ങനെയാണ്, വകുല്ലിൽ മുഅ്മിനാതി യഗ്ളുദിന മിൻ അബ്സ്വാരിഹിന്ന. ഈ ആയത്തിൽ 4 കാര്യം ഇവിടെ അല്ലാഹു തആല പറയുകയാണ്. ഒന്ന്, വകുല്ലിൽ മുഅ്മിനാതി യഗ്ളുദിന മിൻ അബ്സ്വാരിഹിന്ന. മുഅ്മിനാത്തായ സ്ത്രീകളോട് പറയണം പ്രവാചകരെ, കൽപ്പിക്കണം പ്രവാചകരെ, യഗ്ളുദിന മിൻ അബ്സ്വാരിഹിന്ന, അവരവരുടെ ദൃഷ്ടികളെ താഴ്ത്തട്ടെ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കി കണ്ണുകൊണ്ട് ചില ആസ്വാദനങ്ങൾ നടത്തരുത്. കണ്ണിനെ കൺട്രോൾ ചെയ്യാൻ അവരോട് പറയണം പ്രവാചകരെ. അവരുടെ ലൈംഗിക അവയവത്തെ, അവരുടെ ജനനേന്ദ്രിയത്തെ അതേ കൃത്യമായി സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യാൻ, അതിന്റെ കൃത്യതയോടുകൂടി അതിനെ കൈകാര്യം ചെയ്യാൻ അവർക്ക് കഴിയണം. ആ വിഷയത്തിൽ സൂക്ഷ്മത അവർ പാലിക്കണം. അവരുടെ ഭംഗി അവരൊരിക്കലും വെളിപ്പെടുത്താൻ പാടില്ല. പ്രത്യക്ഷമായതൊഴിച്ച്. അവിടെ പണ്ഡിതന്മാർ വിശദീകരണം കൊടുത്തു. ആ പ്രത്യക്ഷമായത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുൻകൈയും മുഖവും ഒഴിച്ച് ബാക്കിയെല്ലാം മറച്ചിരിക്കണം. അതിന്റെ വിശദീകരണത്തിൽ തന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞു അവിടെ മുഖവും മറക്കണം എന്നവകാശപ്പെട്ടവരും വിശദീകരിച്ചവരുമുണ്ട്. ഏതായാലും പ്രത്യക്ഷമായതൊഴിച്ച് അവിടെ ഒരു ഭംഗിയും അവർ പുറത്തു കാണിക്കാൻ പാടില്ല. 4ാമത്തെ കാര്യം പറയുന്നു ആയത്തിൽ, അവിടെ മുഖമക്കനകൾ അവരുടെ കുപ്പായ മാറിലേക്ക് അവർ ഇറക്കിയിടണം. ഇത് കൽപ്പനയാണ്. ചാനലിൽ കയറിയിട്ട് പറയുന്നു യാതൊരു നിർബന്ധമില്ല. ഖുർആനിലെ ഓർഡറാണ്, ഓർഡർ ഫോമാണ്, കൽപ്പനക്രിയയാണ്. മുസ്ലിം ഒരു ഉമ്മയോട്, മുസ്ലിമത്തായ ഒരു പെണ്ണിനോട്, മുസ്ലിമത്തായ സോദരിയോട് നിന്റെ മുഖമക്കനകൾ നിന്റെ കുപ്പായത്തിന്റെ മാറിലേക്ക് തൂക്കിയിടണം. തലമറച്ച നിന്റെ മുഖമക്കനയുടെ അറ്റങ്ങൾ നിന്റെ നെഞ്ചിടത്തിലേക്ക് കർട്ടനാക്കി തൂക്കിയിടണം. അവർ അവരുടെ മുഖമക്കനകൾ ഈ കുപ്പായത്തിന്റെ മാറുകളിലേക്ക് താഴ്ത്തിയിടട്ടെ. ഇത് ഖുർആന്റെ കൽപ്പനയാണ്. എന്നിട്ടാണ് വലിയ അവകാശത്തോടുകൂടി പറയുന്നത് അങ്ങനെ ഒന്നേ ഇല്ലേ, ഉണ്ട് എന്ന് പറയുന്ന തെളിവ് കൊടുക്കാനോ അതിനൊന്നും സമയമില്ല. അങ്ങനെ ഒന്നില്ലാന്ന് നിഷേധിച്ചു കഴിഞ്ഞു. ഞാനിവിടെ പറയുന്നത്
മുസ്ലിങ്ങളായ നമ്മൾ, മുഅ്മിനുകളായ നമ്മൾ, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് വരെ മുസ്ലിം പേരിട്ട ആണും മുസ്ലിം പേരിട്ട പെണ്ണുമൊക്കെ രംഗത്ത് വന്നിട്ട് പറയുന്നു അതൊന്നും വലിയ നിർബന്ധമുള്ള കാര്യമല്ല, അതൊക്കെ വലിച്ചെറിയാനും മാറ്റിവെക്കാനും ഇഷ്ടപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. അതിലൊന്നും നമ്മൾ തർക്കിക്കുന്നില്ല. കള്ളുടിക്കാൻ പാടില്ല, ഇസ്ലാമിൽ കുടിക്കുന്നവരുണ്ട്. വ്യഭിചരിക്കാൻ പാടില്ല, ഒരു മതത്തിലും വ്യഭിചരിക്കുന്ന ധാരാളക്കണക്കിന് മനുഷ്യരുണ്ട്. ചൂതാട്ടത്തിൽ ഏർപ്പെടാൻ പാടില്ല, ഏർപ്പെടുന്ന ആളുകൾ ലോകത്തുണ്ട്. ചതിയും വഞ്ചനയും ചെയ്യാൻ പാടില്ല, ചെയ്യുന്നവർ ലോകത്തുണ്ട്. മുഖമക്കന കൃത്യമായി ധരിക്കണം, മാറിടത്തിലേക്ക് തൂക്കിയിടണം, നിയമമാണ്. വളരെ ചെറിയ ശതമാനം മുസ്ലിം സഹോദരിമാർ അതിൽ നിന്ന് മാറി നിൽക്കുന്നവരുണ്ട്. ലോകാടിസ്ഥാനത്തിൽ നോക്കുമ്പോ മുസ്ലിം ഉമ്മത്ത് അത് പാലിച്ചു പോകുന്നവരാണ്. ഈ മര്യാദ അള്ളാഹുവിന്റെ ദീന് പഠിപ്പിച്ചതാണ് എന്ന നിലക്കത് കൃത്യമായി പാലിച്ചു പോകുന്നുണ്ട്. അപ്പോ ഇത് വിഷയങ്ങളെ അറിയാതെ സംസാരിച്ചു പോകുന്ന മനുഷ്യരോട് നമുക്ക് പറയാനുള്ളത്, ഈ 4 കാര്യങ്ങളും ദീനിൽ സ്ത്രീകളോട് എന്ന് പറഞ്ഞ് ഈ ആയത്ത് തുടങ്ങുമ്പോ നാം മനസ്സിലാക്കേണ്ടത്, ഇതേ 24-ാം അധ്യായം സൂറത്ത് നൂറിലെ 31-ാമത്തെ വചനമാണ് ഇതെങ്കിൽ 30-ാമത്തെ വചനത്തിൽ പുരുഷന്മാരോട് ദൃഷ്ടികൾ താഴ്ത്താനും അവരുടെ ലൈംഗിക അവയവങ്ങൾ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യാനും ഒക്കെ പറയുന്ന ആഹ്വാനമാണ്, ആണിനും പെണ്ണിനുമുള്ള നിർദ്ദേശമാണ് ഈ ആയത്തിലൂടെ കടന്നു വരുന്നത് എന്ന് പറയാനാണ് ഞാനിത് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ എടുക്കേണ്ട ഒരു സ്റ്റാൻഡുണ്ട്. അത് പറയാനാണ് ഞാൻ ഇത്രയും ദൈർഘ്യമായ ഒരു ആമുഖത്തെ നിങ്ങളുടെ മുമ്പാകെ കുറിച്ചു വച്ചിട്ടുള്ളത്. മുസ്ലിങ്ങൾ എടുക്കുന്ന ഒരു സ്റ്റാൻഡുണ്ട്. എന്താണത്? എനിക്ക് റബ്ബ് ഇഷ്ടപ്പെടുന്ന ഒരു വേഷം, അള്ളാഹു നിശ്ചയിച്ചു തന്ന വേഷം, എന്റെ വേഷം തീരുമാനിക്കുന്നത്, എന്റെ കുപ്പായം തീരുമാനിക്കുന്നത്, എന്റെ ഹെയർ സ്റ്റൈൽ തീരുമാനിക്കുന്നത്, എന്റെ മീശയുടെ സ്റ്റൈൽ തീരുമാനിക്കുന്നത്, എന്റെ പാന്റിന്റെ നീളം തീരുമാനിക്കുന്നത്, അതിന്റെ ലൂസ് തീരുമാനിക്കുന്നത്, അതിന്റെ മോഡൽ തീരുമാനിക്കുന്നത് സ്ക്രീനിൽ മാറി മറയുന്ന സെലിബ്രിറ്റികളല്ല. എന്റെ ദീനിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ പ്രവാചക ഗുരുവര്യൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ മുടിവെട്ടണമെന്ന്, എങ്ങനെ വളർത്തണമെന്ന്. നിയമമില്ലാത്ത മതമല്ല. എങ്ങനെ തുപ്പണമെന്ന്, എങ്ങനെ നടക്കണമെന്ന്, ഏത് ചെരുപ്പ് ആദ്യം അണിയണമെന്ന്, എവിടുന്ന് മുടി ചെയ്യണമെന്ന്, എങ്ങനെ കുപ്പായം കുടയണമെന്ന്, രണ്ടാമതണിയുമ്പോൾ കുടഞ്ഞിട്ടേ കുപ്പായം ഉപയോഗിക്കാവൂ എന്ന്, കിടക്കാൻ പോകുന്ന ബെഡിൽ വിരിച്ചിട്ടിരിക്കുന്ന വിരിപ്പ് കുടയാതെ ഉറങ്ങരുത് എന്ന്, അടുപ്പിൽ തീ പുകയുന്ന കൊള്ളിയുണ്ടോ എന്ന് പരിശോധിച്ച് കെടുത്തണമെന്ന് എവിടെയാണ് നിർദ്ദേശം തരാത്തത്? ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വസ്ത്രമണിയുമ്പോ വലത്തെ കൈ നീ ആദ്യം അണിയണേ, അതിനുപോലും കൂലിയുള്ള മതം. അതാ തുപ്പുമ്പോ ഇടത് ഭാഗത്തേക്ക് ശ്രദ്ധിച്ച് ആർക്കും പ്രയാസമുണ്ടാകാതെ തുപ്പണമെന്ന് പഠിപ്പിച്ച അള്ളാഹുവിന്റെ ആശ്ചര്യപരമായ അത്ഭുതകരമായ ഈ മതത്തിന് നിയമാവലികളുണ്ട്. അത് മനുഷ്യനിർമ്മിതമായ നിയമാവലികളല്ല. ആകാശത്തിന്റെ മേലാപ്പിൽ നിന്ന് വഹി ഇറങ്ങി പ്രവാചക ഗുരുവര്യനായ തങ്ങളായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശമാണ്. എങ്ങനെ പോകണം, എങ്ങനെ ഇരിക്കണം. ചാരിയിരുന്ന് ഭക്ഷണം കഴിക്കരുത് പറഞ്ഞിട്ടില്ലേ? നടന്നുകൊണ്ട് ഇങ്ങനെ കുറിച്ചുകൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കരുത് പറഞ്ഞിട്ടില്ലേ? എന്താ പറയാത്തത്? ആ ഒരു കോടാലിയോ കത്തിയോ മഴുവോ മൂർച്ച കൂട്ടി ആലയിൽ നിന്ന് കൊണ്ടുപോകുമ്പോ നിങ്ങളുടെ ഭാഗത്തേക്ക് ചെരിച്ചു പിടിക്കണം. സുബ്ഹാനല്ലാഹ്. നമ്മൾ മറുഭാഗത്തേക്ക് തിരിച്ചു പിടിച്ച് നടന്നുപോയാൽ ആൾക്കൂട്ടത്തിനിടയിൽ നടക്കുമ്പോൾ നമ്മൾ അറിയില്ല, വേറൊരാളുടെ ശരീരത്തിൽ പോറിയിട്ടുണ്ടാകും. അതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്തേക്ക് തിരിച്ചു പിടിക്കണം. ഒരു ചെറിയ നിയമം പോലും വിട്ടുപോയില്ല. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്താ അറിയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അത്ഭുതമാണ്. മുടി ചീകുമ്പോ വലത് ഭാഗത്തുനിന്ന് തുടങ്ങി കാണിച്ചു തന്ന് അങ്ങനെ മുടി ചീകാൻ പറഞ്ഞ, ചെരുപ്പടിയുമ്പോ വലത്തേക്കാൽ ആദ്യം ഇടാൻ പറഞ്ഞ എന്റെ പ്രവാചകന്റെ മാതൃക അത്ഭുതമാണ് എന്ന് മഹദി ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ നമ്മുടെ മുമ്പാകെ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, കൃത്യമായി ദീനിനെ പഠിക്കാൻ നമ്മൾ മനസ്സിലാക്കുക. ഈ ദീന് എന്നത് അള്ളാഹുവിന്റെ മതമാണ്. നമ്മളൊരു ഭയപ്പാടും വേണ്ട. നമ്മൾ സത്യം പറയാ, ആരെയും പ്രകോപിപ്പിക്കേണ്ടതില്ല കേട്ടോ. ഒരാളുടെ മേലും നമ്മൾ ഒന്നും അടിച്ചേൽപ്പിക്കേണ്ടതില്ല. ഇത് സുതാര്യമായ മതമാണ്. എനിക്ക് പറ്റൂലേ, നിങ്ങൾക്ക് പറ്റില്ലേ? ഇസ്ലാമിന്റെ ആചാരം നടത്താൻ മാറി നിൽക്കൂ. അള്ളാഹു പുതിയ ടീമിനെ കൊണ്ടുവരും. പുതിയ ടീമിനെ കൊണ്ടുവരും. ഇന്ന് ലോകത്ത് ക്രിസ്ത്യാനികൾ 230 കോടിയുണ്ട് അല്ലേ? മുസ്ലിങ്ങൾ ഏകദേശം 200 കോടിയുണ്ട്. ഹൈന്ദവർ ഏകദേശം 115 കോടിയുണ്ട്. ബുദ്ധമതക്കാർ ഏകദേശം 50 കോടിയുണ്ട്. ജൂതന്മാർ വളരെ ചെറിയ അളവേ ഉള്ളൂ. വളരെ 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 0.2% ലോകത്തെ ജൂതന്മാർ. എന്നിട്ട് അവരുടെ മേൽക്കോയ്മ ലോകത്തിന്റെ മുമ്പിൽ ഇങ്ങനെ നടമാടുകയാണ്.
കുടിക്കുന്ന പാനീയങ്ങൾ, കഴിക്കുന്ന ഭക്ഷണങ്ങൾ, എല്ലാ ചോക്ലേറ്റുകളും ആ ജൂതലോബികളുടെ കരങ്ങളാൽ ലോകത്തിലേക്ക് വരുന്നു. അവർ ലോകത്തിന്റെ മാർക്കറ്റ് കീഴടക്കിയിരിക്കുന്നു. 230 കോടി ക്രിസ്ത്യാനികൾ, ഏകദേശം 200ഓളം കോടി മുസ്ലിങ്ങൾ, 115ഓളം കോടി ഹിന്ദുക്കൾ ഒക്കെ വസിക്കുന്ന ലോകം ഒക്കെ. നിങ്ങൾ ഈ ലോകത്ത് 200ഓളം കോടി വരുന്ന മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളായി നട്ടെല്ല് നിവർത്തി തന്റെ ഇടത്തോടുകൂടി, ആരുടെ മുമ്പിലും പ്രകോപനമില്ലാതെ, ആർച്ചവത്തോടുകൂടി ഞാനൊരു മുസ്ലിമാണെന്ന് പറഞ്ഞ് മുസ്ലിമിന്റെ അടയാളം വെച്ച്, മുസ്ലിമിന്റെ ജീവിതചര്യ സ്വീകരിച്ച്, അള്ളാഹുവിന്റെ മതം പഠിപ്പിച്ച പ്രത്യയശാസ്ത്രം സ്വീകരിച്ചുകൊണ്ട് ജീവിച്ചു മാതൃക കാണിച്ചാൽ ലോകത്തെ ആശ്ചര്യഭരിതമായ മാറ്റത്തിന്റെ, വിപ്ലവത്തിന്റെ കൊടുങ്കാറ്റ് ലോകത്തുണ്ടാകും. പക്ഷേ നട്ടെല്ല് നിവർത്താത്ത മുസ്ലിങ്ങൾ, ആചാരത്തിലും അനുഷ്ഠാനത്തിലും താന്തോന്നികളായി മാറുന്ന മുസ്ലിം ഉമ്മ, വേഷവിധാനങ്ങൾ ആര് പറഞ്ഞത് അവർ സ്വീകരിക്കുന്നത്? ഒരു സിനിമാ നടൻ പാന്റ് ലൂസാക്കിയാൽ ഉടനെ അള്ളാന്റെ റസൂൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ നെരിയാണിക്ക് മേലെ കയറ്റി കൊടുക്കണമെന്ന്. ഒറ്റ കുട്ടി കേൾക്കൂല. എന്നാ ഒരു നടനോ മോഡലായി ഫാഷനായി ഒരു പുതിയ സിനിമയിൽ മുട്ടിന് താഴെ നെരിയാണിക്ക് മേലെയും ആ ഒരു പാന്റ് ഇട്ട് കാണിച്ചു കൊടുത്ത നാളെ തുടങ്ങി മുറിച്ച് മാറ്റി ഫാഷനാക്കിയില്ലേ? ഓന്റെ റോൾ മോഡല് നടനാ, ഓന്റെ റോൾ മോഡല് നടിയ. ഭാര്യ മുടി സ്ട്രൈറ്റ് ആക്കാൻ പറയും. ഇസ്ലാമിൽ മുടി സ്ട്രൈറ്റ് ആക്കാൻ പാടില്ല എന്നൊന്നുമില്ല. ഞാൻ പറയുന്ന എന്താണ്, ആ സ്ട്രൈറ്റ് ആക്കണമെന്ന് തീരുമാനിക്കണപ്പോഴാണ് ആ നടി സ്ട്രൈറ്റ് ആക്കി. ഓള് മുടി മേലെ മുറിച്ചു, നാം മുറിക്കാൻ റെഡിയാ. പെൺകുട്ടികളുടെ ഒക്കെ പാന്റ് കുറച്ച് നെരിയാണിക്ക് മേലെയാണ്. അണിഞ്ഞ പാദസരം കാണണം, കാല് കുറച്ച് കാണണം. എന്തേ? ഒരു നടി അങ്ങനെയാണ് അഭിനയിച്ച് കാണിച്ചു കൊടുത്തത്. ദീനെവിടെ? 8ാം ക്ലാസ് വരെ 10ാം ക്ലാസ് വരെ മദ്രസയിൽ പഠിച്ചിട്ട് ദീനെവിടെ? എവിടെ കൊണ്ടുപോയി? കരുനച്ചിയിലും പള്ളിപ്പടിയിലും ആയിരക്കണക്കിന് കുട്ടികൾ മദ്രസയിൽ പഠിച്ചു പോയിട്ടുണ്ടാവും. സമസ്തയിലും സലഫി മദ്രസയിലുമായി പള്ളികൾ നിറഞ്ഞു കവിയും. അവരൊക്കെ സുബഹിക്ക് പള്ളിയിൽ വന്നാൽ എവിടെ പോയി അവർ? ആർക്കും ദീന് വേണ്ട. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞത്, ചണ്ടി ചപ്പ് ചവറുകളെ പോലെ മുസ്ലിം ഉമ്മത്താകും, ദുർബലരാകും. ഇരയുടെ മേൽ ചെന്നായ്ക്കൾ ചാടി വീടുന്നത് പോലെ നിങ്ങൾ എണ്ണം വണ്ണവും കൂടിയാലും നിങ്ങൾക്ക് മേൽ ചാടി വീടും. ആർജവത്തോടുകൂടി ജീവിക്കുന്ന മുസ്ലിം ഉമ്മത്തിന്റെ ബലം കുറയും. അല്ലാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനമാണ്. ആ പ്രവചനത്തിൽ ഞാനും നിങ്ങളും മനസ്സിലാക്കണം ഹക്കെന്താണ് ഈ പറയുന്നത് എന്ന്. അതിനുവേണ്ടിയാണ് ഈ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. അതിനുവേണ്ടിയാണ് ഞാൻ ഓതിവച്ച ആയത്തിൽ അല്ലാഹു തആല പറയുന്ന ഗൗരവമായ ഒരു വാചകമുണ്ട്. ആ വാചകം കേൾപ്പിക്കാനാണ് ഞാൻ ആ ആയത്ത് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മുമ്പാകെ ഓതിവച്ചത്. എന്താ പറഞ്ഞത് അല്ലാഹു തആല? ചില ആളുകൾ ദീനിനെ ഊതിക്കെടുക്കാൻ ശ്രമിക്കുകയാണ്. കെടൂല, ഒരു പേടിയും പേടിക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ 200ഓളം കോടി ജനങ്ങളപ്പം മുസ്ലിങ്ങളുള്ളത്. ആരൊക്കെ കൊന്നു തീർത്താലും, ജൂതന്മാർ ഒന്നും അറിയാത്ത നിഷ്കളങ്കരായ ഫലസ്തീനി മക്കളുടെ നേരെ വെടിയുണ്ടകൾ തീർത്താലും, അല്ലേ, നെഞ്ച് വിടർത്തി 5 വയസ്സും 10 വയസ്സുമുള്ള കുട്ടി കയ്യിലെടുത്ത ഒരു ചരൽക്കല്ല് ആയുധമാണെന്ന് വിചാരിച്ച് ജൂതന്റെ പട്ടാളത്തിന്റെ നേരെ കൈയോങ്ങി നിൽക്കുമ്പോ അവന്റെ ഹൃദയത്തിൽ ഒരു വിശ്വാസത്തിന്റെ കരുത്തുണ്ട്. നിനക്കെന്നെ വെടിവെച്ച് കൊന്നു തീർക്കാം. പക്ഷേ വരാനിരിക്കുന്ന പരലോകം. 8 വയസ്സുള്ള കുട്ടിയെ പരിക്കേറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക. മരിക്കുന്നതിന് മുമ്പ് ആ കുട്ടി ഉപ്പാനോട് പറയുന്നു, ഉപ്പാ ഞാൻ മരിക്കാൻ പോവുകയാണെന്ന് എനിക്കറിയാം, ഞാൻ മരിക്കുകയാണ് ഉപ്പാ. സാരമില്ല, നിങ്ങൾ മുന്നോട്ട് പോകൂ. നിങ്ങൾ എന്റെ പിറകെ വന്ന് നിങ്ങൾ സമയം കളയല്ലേ. ബാക്കിയുള്ളവർ എവിടെയുണ്ട്, തിരിച്ചുപോ. ഹോസ്പിറ്റലിലേക്ക് എന്നെ കൊണ്ടുപോകാൻ ആരെങ്കിലും വരും എന്ന് 8 വയസ്സുള്ള കുട്ടിക്ക് പറയാൻ ഒരു മനസ്സുറപ്പ് കിട്ടുന്നത്, അല്ലേ? അറിയപ്പെട്ട ഒരു മനുഷ്യൻ അവിടെ നിന്ന് വെടിയേറ്റ് മരിച്ചു വീഴുമ്പോ അവസാനത്തെ വാക്കായി പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. കൂടെ നിൽക്കുന്നവരെ, അടുത്തു നിൽക്കുന്നവരെ, നിങ്ങളുടെ ഈ ഉദ്യമം തുടരൂ. ഞാൻ അല്ലാഹുവിലേക്ക് മടങ്ങുകയാണ്. ആയുധമില്ലാതെ, അതേ, നിരാലംബരായി നിൽക്കുന്ന, ഒരു ആയുധങ്ങളുമില്ലാതെ കൈമലർത്തി നിൽക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്നുയരുന്ന ആ പ്രാർത്ഥനകളുണ്ടല്ലോ, സർവ്വകാർമേഘങ്ങളെയും ഭേദിച്ച് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ മുന്നിലേക്ക് പോകുമ്പോ എന്തേ വിജയം കാണാത്തത്? വിജയമുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതാ. 200 കോടി ജനങ്ങളാണ് ഇന്ന് ലോകത്ത് മുസ്ലിങ്ങളായിട്ടുള്ളതെങ്കിൽ 230 എന്ന് പറയുന്ന ക്രൈസ്തവരെ മറികടന്ന് ലോക ജനസംഖ്യ മുസ്ലിങ്ങളായിട്ടല്ലാതെ 1ാം സ്ഥാനത്തെത്താതെ ലോകം അവസാനിക്കില്ല എന്ന് പറഞ്ഞത് കളവ് പറയാത്ത തങ്ങളായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അല്ലാഹു ഖുർആനിൽ പറയാ, യുരീദൂന, അവരുദ്ദേശിക്കുന്നത്, ലിയുത്ഫിഉ നൂറല്ലാഹ്,
അള്ളാഹുവിന്റെ പ്രകാശമാകുന്ന ഇസ്ലാമിനെ ഊതിക്കെടുത്തിക്കളയാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. ബിഅഫ്വാഹിഹിം, അവരുടെ വായ കൊണ്ട് ഊതിക്കെടുത്താനാണ് അവർ ശ്രമിക്കുന്നത്. പക്ഷേ വല്ലാഹു മുത്തിമ്മു നൂരിഹി, പടച്ചവൻ നിങ്ങൾ ഊതിക്കെടുത്താൻ ശ്രമിക്കുന്ന ദീനാകുന്ന പ്രകാശത്തെ റബ്ബ് പൂർത്തീകരിക്കും. വലൗ കരിഹൽ കാഫിറൂൻ, സത്യത്തെ നിഷേധിക്കുന്നവരെ നിങ്ങൾക്ക് എത്ര വെറുപ്പ് തോന്നിയാലും, നിങ്ങൾ എത്ര നിഷ്ഠൂരന്മാരായി മാറിയാലും, ഇത് ഉയർന്ന് പൊന്തി ഈ പ്രകാശം പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. തുടർന്ന് അല്ലാഹു പറയുന്ന ഒരു വാചകം കേട്ടോ, ഹുവല്ലദീ അർസല റസൂല, അല്ലാഹു അവന്റെ പ്രവാചകനെ അയച്ചത്, ബിൽ ഹുദ, സന്മാർഗം കൊണ്ടയച്ചത്, വദീനിൽ ഹഖ്, യഥാർത്ഥ ദീന് കൊണ്ടയച്ചത് ഒരു കാര്യത്തിന് വേണ്ടിയാണ്. ലിയുദ്ഹിറഹു, അത് പ്രകടമായി കാണാൻ വേണ്ടിയാണ്. അലദ്ദീനി കുല്ലിഹി, എല്ലാ മതത്തിന്റെയും മേലെ ഇസ്ലാം കയറി നിൽക്കുന്ന പ്രകടമായ കാഴ്ച ലോകത്ത് കാണിക്കാനാ ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ അയച്ചത് എന്ന് അള്ളാഹു തആല പറയാ. ഇതൊന്നും വെറുതെയാവില്ല. അതുകൊണ്ട് എത്ര വെറുപ്പ്, എന്തൊക്കെ പേര്, അവിടെ ആറ്റബോംബുകളുണ്ട്, അണുബോംബുകളുണ്ട് എന്ന് പറഞ്ഞ് രാജ്യത്തെ തകർക്കാൻ ശ്രമിച്ചിട്ടില്ലേ? ഇല്ലേ? ചില കൊച്ചു രാജ്യങ്ങളെ ഇല്ലാതെയാക്കിയിട്ടില്ലേ? വീണ്ടും എങ്ങനെ അടുത്ത മഴയ്ക്ക് പൊട്ടിമുളക്കുന്ന ചെടികളെ പോലെ എന്തേ രാജ്യം വീണ്ടും ഉയർന്നു വരുന്നത്, മനുഷ്യർ വർദ്ധിക്കുന്നത്, അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ റോഡ് സൈഡുകൾ ജുമ നടത്തേണ്ടി വരുന്നത്, യൂറോപ്യൻ രാജ്യങ്ങളിൽ റോഡ് സൈഡുകളിൽ പള്ളിയിൽ സ്ഥലമില്ലാതെ ജുമക്ക് ആളുകൾ കൂടുന്നത് എന്താ? അല്ലാഹു പറഞ്ഞതാ, വല്ലാഹു മുത്തിമ്മു നൂരിഹി, നിങ്ങൾ എത്ര വെറുപ്പ് വെച്ചാലും ഇതിനെ റബ്ബ് പൂർത്തീകരിക്കും. പക്ഷേ എന്നാ പിന്നെ നമുക്കൊരു പണിയില്ല, നമുക്കൊരു വെറുപ്പ് ഒരാളോടുമില്ല. വർഗീയതയില്ലാത്ത മതാണ് ദീന്. ഇല്ല, ഒരിക്കലുമില്ല. തീവ്ര നിലപാട് പറ്റാത്ത മതമാണ് ദീന്. അടിച്ചേൽപ്പിക്കാത്ത മതമാണ് ദീന്. എന്നാ മിണ്ടാതിരിക്കാൻ പറ്റുമോ? ഇല്ല. ഇപ്പൊ തൗഹീദ് കിട്ടിയ ആളുകൾ ഈ പള്ളിയിലുണ്ട്. കുടുംബത്തോട് പറയോ? ഇല്ല. ചിലന്മാരും വാപ്പാരൊക്കെ എന്താ പറയാറിയോ? നമ്മളിപ്പോ അത് മനസ്സിലാക്കി. പിന്നെ എന്റെ മരുവക്ക്, എന്റെ മോന്, എന്റെ ഒന്നാമത്തോന്, രണ്ടാമത്തോന്, മൂന്നാമത്തോന്, എന്റെ കെട്ടിച്ചു വിട്ട മോക്ക്, അവളുടെ ഭർത്താവിന് പ്രായപൂർത്തിയെത്തി വലിയ വലിയ മനുഷ്യന്മാരാ. കച്ചവടത്തെ കുറിച്ച് അറിയാം, ബിസിനസിനെ കുറിച്ച് അറിയാം, നല്ല ബുദ്ധിയുണ്ട്, നല്ല യുക്തിയുണ്ട്, നല്ല കണ്ണിങ്ങുള്ള ആളുകളാ. എന്നിട്ടപ്പോ ഞാൻ പറയണത് അവര് വേണമെങ്കിൽ ചിന്തിച്ച് മനസ്സിലാക്കിക്കോട്ടെ. ഇല്ല, പറയണം. ഇത് നമ്മുടെ ഡ്യൂട്ടിയാണ്. സ്വീകരിക്കോ ഇല്ലേ നമുക്കറിയില്ല. പറയണം. പോലെ വേഷത്തെ കുറിച്ച് പറയണം, ഡ്രസ്സിനെ കുറിച്ച് പറയണം. നിങ്ങൾ വീട്ടുകാര്യങ്ങൾ ചർച്ച ചെയ്യുന്നില്ലേ മരുവളോട്? നിങ്ങൾ വീട്ടുകാര്യങ്ങൾ ചർച്ച ചെയ്യുന്നില്ലേ മോനോട്? വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണത്തെ കുറിച്ച് പറയുന്നില്ലേ മോനോട്? അല്ലേ? സ്പെഷ്യൽ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ചർച്ച ചെയ്യുന്നില്ലേ നിങ്ങൾ മോനോട്, മരുവനോട്? ദീന് പറയണം. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾക്ക് ഈ വെളിച്ചം കിട്ടിയോ? ഈ വെളിച്ചത്തെക്കുറിച്ച് നിങ്ങൾ പറയണം. മിണ്ടാതെ മരിച്ചുപോയാൽ നാളെ പരലോകത്ത് നമ്മളെ ബാധിക്കും. സർവശക്തനായ അല്ലാഹു ചിന്തിക്കുന്ന ആലോചിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയാ, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ഈ ആയത്തിന്റെയൊക്കെ തൊട്ട് മുമ്പില് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ബാപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഈ സൂറത്തിൽ തന്നെ കാണാം. വഗ്ഫിർ ലി അബി, അല്ലാഹുവേ എന്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ. ആരാ പറയണത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാ, വഗ്ഫിർ ലി അബി, പടച്ചോനെ എന്റെ ഉപ്പാക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഇന്നഹു കാന മിനൽ-ളാല്ലീൻ, എന്റെ വാപ്പ വഴിപിഴച്ചു പോയ ആളുകളുടെ കൂട്ടത്തിലാ. ചില ആളുകൾക്കൊക്കെ സംശയമുണ്ട്, ഇബ്രാഹിം നബിന്റെ വാപ്പ പിഴച്ചതാണെന്നൊക്കെ പറയുമ്പോ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. നബിന്റെ വാപ്പാനെ കുറിച്ച് ഖുർആൻ പറയാം. പിന്നെ നമ്മളെന്ത് ചെയ്യാ? ഖുർആനാ പറയണത്. ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുകയാണ്, പടച്ചോനെ എന്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ, എന്റെ വാപ്പ വഴിപിഴച്ചു പോയ ആളുകളുടെ കൂട്ടത്തിലാണ്. ഞാൻ അവിടെ വിശദീകരണത്തിലേക്ക് കടക്കണില്ല. വാപ്പാക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താനും പൊറുക്കലിനെ തേടാനും പാടില്ല എന്ന് അള്ളാഹ് പഠിപ്പിക്കുന്നുണ്ട്. വേറെ നമ്മളെ വാപ്പ മുസ്ലിം അല്ലാതെ മരിച്ചാൽ, മുഅ്മിനല്ലാതെ മരിച്ചാൽ, മരിക്കണവരെ ഹിദായത്ത് കിട്ടാനും വാപ്പാക്ക് നന്മ ഉണ്ടാകാനൊക്കെ പ്രാർത്ഥിക്കാം. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മുഅ്മിനല്ലാതെ മരിച്ചാൽ ആ വാപ്പാക്ക് വേണ്ടി
മഗ്ഫിറത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന പോലും നടത്താൻ പാടില്ല. അതാ ഇസ്ലാം. ഇത്ര ഗൗരവമാണ് വിഷയം. പറഞ്ഞ ആളുകൾക്ക് ഭയങ്കര പ്രയാസ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മാന്റെ ഖബറിന്റെ അടുത്ത് കൂടി നബി പോവുക സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മാന്റെ ഖബറുള്ള നാട്ടിൽ കൂടി പോവുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ഉമ്മാന്റെ ഖബർ ഇവിടെയാണ്, ഒന്ന് കാണണമെന്നുണ്ട്. നബിയാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ആ സമ്മതം കിട്ടാൻ ഉമ്മാക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ, ഉമ്മാക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യാൻ അള്ളാഹിനോട് സമ്മതം ചോദിച്ചു. ഖുർആൻ കഴിഞ്ഞാൽ ഇസ്ലാമിക ലോകത്ത് അറിയപ്പെടുന്ന മഹത്തരമായ ഗ്രന്ഥമാണ് ബുഖാരി മുസ്ലിം. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തുകയാണ്, അള്ളാഹിനോട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റബ്ബേ എന്റെ ഉമ്മാക്ക് വേണ്ടി ഞാനൊന്ന് ഇസ്തിഗ്ഫാർ നടത്തട്ടെ, പൊറുക്കലിനെ തേടട്ടെ. ഉമ്മാന്റെ കാര്യമൊന്നും അറിയില്ലല്ലോ, ചെറുപ്പത്തിൽ മരിച്ചതല്ലേ. അതുകൊണ്ട് ഉമ്മാക്ക് വേണ്ടി ഞാനൊന്ന് പൊറുക്കലിനെ തേടട്ടെ. മുത്തുനബി സഹാബത്തിനോട് പറഞ്ഞെന്താ അറിയോ? റബ്ബെനിക്ക് സമ്മതം തന്നില്ല, അള്ളാഹു എനിക്ക് എന്റെ ഉമ്മാക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ സമ്മതം തന്നില്ല. ഹദീസ സ്വഹീഹ്, ലോകത്തൊരാളും എതിർക്കാത്ത സ്വഹീഹ് മുസ്ലിമിൽ ഹദീസ. അപ്പൊ മുത്തുനബി അള്ളാഹിനോട് പറഞ്ഞു, റബ്ബേ എങ്കിൽ ഞാൻ എന്റെ ഉമ്മാന്റെ ഖബറൊന്ന് സിയാറത്ത് ചെയ്യട്ടെ, സന്ദർശിക്കട്ടെ. സ്വഹാബത്തിനോട് മുത്തുനബി പറയാ, അപ്പ റബ്ബെനിക്ക് ഉമ്മാന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ അനുവാദം തന്നു. ഈ ഹദീസിനെ വിശദീകരിച്ചിട്ട് പണ്ഡിതന്മാരെന്താ പറഞ്ഞെന്നറിയോ? ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ പറഞ്ഞെന്താ അറിയോ? ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വാപ്പ മുസ്ലിമോ മുസ്ലിമത്തോ മുക്മിനോ മുക്മിനത്തോ അല്ലെങ്കിലും നിങ്ങൾക്ക് ഖബർ കാണാൻ പോവാം. മനസ്സിലായോ എത്ര ഗൗരവമുണ്ട് വിഷയം? ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത്, പണ്ഡിതന്മാര് പറയാ, ഞാനല്ല, ശിഹാബടക്കര എന്ന് പറയുന്ന ചെറിയ ഞാനല്ല, എളിയ ഈ സുഹൃത്തല്ല, ലോകത്തിനറിയപ്പെട്ട മഹാപണ്ഡിതന്മാര് പറയാ, ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വാപ്പ മുക്മിനല്ലെങ്കിലും നമ്മുടെ ഉമ്മ മുക്മിനത്തല്ലെങ്കിലും അവരുടെ ഖബറുകൾ നമുക്ക് കാണാൻ പോകാം. മനസ്സിലായില്ലേ? ഇത് ഗൗരവമുള്ള കാര്യമാണ്, തമാശയല്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ വാക്കെന്താണ്? വഗ്ഫിർ ലി അബീ ഇന്നഹു കാന മിനൽ-ളാലിൻ. പടച്ചോനെ എന്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ, എന്റെ വാപ്പ പിഴച്ചുപോയ കൂട്ടത്തിലാണ്. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാ, വലാ തുഖ്സിനി, പടച്ചോനെ എന്നെ നീ അപമാനിക്കരുത് റബ്ബേ എന്ന്. യൗമ യുബ്അസൂൻ, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ എന്നെ നീ അപമാനിക്കരുത് റബ്ബേ. ഞാൻ വലിയ തൗഹീദിന്റെ പ്രസംഗം നടത്തി, ആളുകളെ ധാരാളമായി തൗഹീദിലേക്ക് ക്ഷണിച്ച ആളാ. പരലോകത്ത് ഞാൻ വന്നു നിൽക്കുമ്പോ എന്റെ കണ്ണിന്റെ മുമ്പെന്ന് ബാപ്പാനെ നരകത്തിലേക്ക് എറിയുന്ന ഒരവസ്ഥ കണ്ടിട്ട് പടച്ചോനെ എനിക്ക് സഹിക്കാൻ കഴിയില്ല എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. എന്നാൽ ചരിത്രം രേഖപ്പെടുത്തുന്ന എന്താ അറിയോ? ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ പറ്റുന്ന എന്താ അറിയോ? ഇബ്രാഹിം നബിയുടെ മുമ്പിൽ വെച്ച് തന്നെ ബാപ്പാനെ നരകത്തിലേക്ക് എറിയുന്നത് കാണുന്ന. ഇബ്രാഹിം നബി അള്ളാഹിനോട് റിക്വസ്റ്റ് ചെയ്യുന്ന, പടച്ചോനെ എന്റെ വാപ്പ എന്ന് പറയും. ഇല്ല ഇബ്രാഹിം, അല്ല വിളിച്ചാട്ടോ. ഇബ്രാഹിം അലൈഹിസ്സലാം തൗഹീദിന്റെ വിഷയത്തിൽ അഡ്ജസ്റ്റ്മെന്റ് ഇല്ല ഇബ്രാഹിം. തൗഹീദിന്റെ വിഷയത്തിൽ അഡ്ജസ്റ്റ്മെന്റ് ഇല്ല ഇബ്രാഹിം എന്ന് നാളെ അള്ളാന്റെ അടുത്ത് നിന്ന് കേൾക്കേണ്ടി വരുമെന്ന് പണ്ഡിത ലോകം എഴുതി വച്ചിരിക്കുക, ഞാൻ പറയല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, മക്കളോ സമ്പത്തോ ഉപകാരപ്പെടാത്ത ഒരു ദിവസം ആർക്കാ രക്ഷ കിട്ടുക അറിയോ? ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, കുറ്റമറ്റ ഹൃദയവുമായി അള്ളാന്റെ മുമ്പിൽ ചെന്നു നിൽക്കുന്നവർക്ക് റബ്ബ് സഹായിക്കുമാറാകട്ടെ. ഹൃദയ വിശാലതയോടുകൂടി നാളെ റബ്ബിന്റെ കോടതിയിൽ ചെന്നു നിൽക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. റബ്ബേ, ഞങ്ങളുടെ വാക്കുകളിൽ, ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ, ഞങ്ങളുടെ സംസാരങ്ങളിൽ അധികപ്പറ്റായി വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ പുറത്തു തരണേ അല്ലാ, മാപ്പ് നൽകണേ അല്ലാ. നിന്റെ ഈ തൗഹീദ് എത്താത്ത മേഖലയിലേക്ക് എത്തിക്കുവാൻ ജുമഅക്ക് ആദ്യമായി കടന്നു വരുന്ന ആളുകൾ ഒരുപക്ഷെ ഈ പള്ളിയിൽ ഉണ്ടാവാം. അവർക്കിതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ റബ്ബേ വാക്കുകൾ ശക്തമായി പ്രയോഗിച്ചു, റബ്ബേ സംസാരങ്ങൾ സ്ട്രോങ് ആയി പ്രയോഗിച്ചു. നിന്റെ ദീനിനു വേണ്ടിയാണ്. അധികപ്പറ്റായി വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ പുറത്ത് മാപ്പ് നൽകണേ അല്ലാ. അല്ലാഹുവേ, ലോകത്ത് വിട പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാ. റബ്ബേ, നീ ഖുർആനിൽ പ്രഖ്യാപിച്ചതുപോലെ
നീ ദീനിന്റെ പ്രകാശം ലോകത്ത് പരത്തും, അത് ഉയർന്നു നിൽക്കും എന്ന് നീ പ്രഖ്യാപിച്ചതുപോലെ ഫലസ്തീനിന്റെ മണ്ണിൽ ഒരു സ്വതന്ത്ര ഫലസ്തീൻ നൽകി ആ വാവിട്ട് കരയുന്ന കുഞ്ഞുങ്ങൾക്ക്, അലമുറയിടുന്ന സഹോദരിമാർക്ക്, നെട്ടോട്ടമോടുന്ന ഞങ്ങളുടെ ജ്യേഷ്ഠ അനിയന്മാർക്ക് നീ ആശ്വാസവും മറുതിയും ഉണ്ടാക്കി കൊടുക്കണേ അല്ലാഹുവേ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മൺമറഞ്ഞു പോയ ഞങ്ങളുടെ ഉപ്പ ഉമ്മമാരുടെ, ജ്യേഷ്ഠാനികന്മാരുടെ, ഭാര്യ ഭർത്താക്കന്മാരുടെ മക്കളുടെ ഖബറിനെ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹുവേ. ഞങ്ങൾക്കൊക്കെ അറിയാം, ഈ പള്ളിയിൽ വന്ന ഞങ്ങൾക്കൊക്കെ അറിയാം ഈ ദീനാണ് സത്യമെന്ന്. പക്ഷെ പ്രവർത്തിക്കാനും ഇറങ്ങാനുമുള്ള മടിയെയും ആലസ്യത്തെയും നീ നീക്കം ചെയ്ത് ദീനിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹുവേ. മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മുഅ്മിനായി മരിക്കാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات ربنا تقبل منا إنك أنت السميع العليم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين.